കേരള പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിൽ 1200 വർഷത്തോളം പഴക്കം കണക്കാക്കുന്ന അത്യപൂർവങ്ങളായ ചുമർചിത്രങ്ങളും ശില്പങ്ങളുമൊക്കെ നിറഞ്ഞ ഒരുപാട് ഐതിഹ്യങ്ങൾ നിറഞ്ഞ ഒരു മഹാക്ഷേത്രമാണ് അങ്കമാലിക്കടുത്തുള്ള തിരുനായത്തോട് ശിവനാരായണ ക്ഷേത്രം. AD 9-ാം നൂറ്റാണ്ടിൽ ചേരമാൻ പെരുമാൾ തന്റെ ഗുരുവിനോടുള്ള പാപപരിഹാരാർത്ഥമായിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശിവനും വിഷ്ണുവും ഒരേ പീഠത്തിൽ തന്നെ കുടികൊള്ളുന്നു. പക്ഷേ ശങ്കരനാരായണമൂർത്തി എന്നൊരു സങ്കല്പത്തിലല്ല, ശിവനും വിഷ്ണുവും എന്നുള്ള സങ്കല്പത്തിൽ തന്നെയാണ്. ഒരേ പീഠത്തിൽ ശിവലിംഗം കൂടാതെ ശിവന്റെയും വിഷ്ണുവിന്റെയും 2 വിഗ്രഹങ്ങൾ കൂടി ശിവലിംഗത്തിന് മുന്നിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൂജാവിധാനങ്ങളെല്ലാം 2ആയി തന്നെ വേണം. ഇവിടുത്തെ ധ്യാന സങ്കല്പം തന്നെ പ്രത്യേകതയാണ്. മഹേശ്വരന്റെ വിവാഹത്തിൽ സംബന്ധിക്കുവാനായി മഹാവിഷ്ണു എത്തിയപ്പോൾ അല്പം താമസിച്ചു. വിശിഷ്ടാതിഥിയായ ഭഗവാനെ ഇരുത്തുന്നതിന് അനുയോജ്യമായ ഒരു സ്ഥാനം കാണാതെ വന്നതിനാൽ മഹാദേവൻ തന്റെ സ്വയംവര പീഠത്തിൽ തന്നെ വാമഭാഗത്തായി ഒരു സ്ഥാനം നൽകി. ഈ ഐതിഹ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ധ്യാന സങ്കല്പമാണിവിടെ. അതുകൊണ്ടായിരിക്കാം ആദ്യകാലത്ത് പരമേശ്വരമംഗലം എന്നായിരുന്നു ഈ ക്ഷേത്രത്തിന്റെ പേര്. വിവാഹധ്യാനനിരതനായ മഹാദേവനാണ് ഇവിടെ എന്നതിനാൽ ഇവിടുത്തെ പാറമംഗലം അഥവാ പാർവതീമംഗലം എന്ന വഴിപാട് വിവാഹം നടക്കുന്നതിന് അതീവ പ്രാധാന്യമായി കാണുന്നു. ശ്രീ ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും ക്ഷേത്രത്തിനുണ്ട്. മഹാകവി G. ശങ്കരക്കുറുപ്പിന്റെ വീട് ഈ ക്ഷേത്രത്തിന്റെ തൊട്ടു പുറകുവശത്താണ്.